അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് അടുത്ത എക്സാം കിതാബുൽ ഫിഖ് ആണല്ലോ. അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ചോദ്യപേപ്പർ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതുകൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അപ്പോൾ രണ്ട് ചോദ്യപേപ്പറിലും വന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എക്സാമിന് ഇതൊക്കെ വന്നാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ കഴിയണം. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ആദ്യം എന്താണ്, യോജിച്ചത് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. നമുക്ക് നോക്കാം. ഓരോ വ്യക്തിക്കും നിർബന്ധമായത് എന്താണെന്നാണ്. ഓരോ വ്യക്തിക്കും നിർബന്ധമായത് നമുക്ക് അതിൽ തിരഞ്ഞെടുക്കാം. ഫർള് ഐനാണ് ഓരോ വ്യക്തിക്കും നിർബന്ധമായത്. ഇനി 2 പുല്ലത്ത് വെള്ളം 200 ലിറ്റർ ആണ്. 200 ലിറ്റർ അത് അതിന് നേരെ എഴുതി കൊടുക്കാം. ഇനിയോ 2 ഹയലിൻ്റെ ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ശുദ്ധി. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ. 15 ദിവസമാണ്. 2 ഹയലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. കൂടിയാൽ എത്രയുമാകാം. ഇനിയോ നിഫാസിൻ്റെ സാധാരണ സമയം. നിഫാസിൽ സാധാരണ 40 ദിവസമാണ്. ഇനി 5-മത്തത്, നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. എന്താണ്? നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അടുത്തത്, ഹയലുള്ളപ്പോൾ തവാഫ് ചെയ്യൽ ഹറാമാണ്. ഹറാം എന്ന് എഴുതാം. നിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. അതവിടെ എഴുതി കൊടുക്കാം. ഇനിയാ അടുത്ത തെറ്റ് തിരുത്തി ശരിയാക്കി എഴുതാനാണ്. 1, ഉളൂഇൽ മൂക്കിൽ വെള്ളം കയറ്റൽ ഫർളാണ്. ഉളൂഇൽ മൂക്കിൽ വെള്ളം കയറ്റൽ എന്താണ്? സുന്നത്താണത്. സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ നിന്നാണത് വന്നത്. ഇപ്പോൾ അവിടെ മൂക്കിൽ വെള്ളം കയറ്റൽ സുന്നത്താണ് എന്ന് എഴുതാം. ഇനിയോ പ്രസവിച്ച് 15 ദിവസത്തിന് ശേഷം കാണുന്ന രക്തം നിഫാസാണ്. അത് എന്താണ്? തെറ്റാണ്. നമുക്ക് ശരിയാക്കി എഴുതി കൊടുക്കണം. എന്താണ്? പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇവിടെ 15 ദിവസത്തിന് ശേഷം എന്നാണ്. അപ്പോൾ ഇവിടെ 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇനി എന്താണ്? ഉക്തുബുൽ ഇസ്നൈൻ 2 വീതം എഴുതാനാണ്. സുന്നത്തിന്റെ മറ്റു പേരുകൾ. മന്ദൂബ്, മുസ്തഹബ്, നഫ്ല്, തതവ്വു, അങ്ങനെ 4 പഠിച്ചിട്ടുണ്ട്. ഇത് 2 എഴുതാം. ഇനി ഉളൂവിന്റെ സുന്നത്തുകളിൽ നിന്ന് 2 എഴുതണം. നമ്മൾ 6-മത്തെ പാഠത്തിൽ കുറേ കാര്യങ്ങൾ ഉളൂവിന്റെ സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കിബിലക്ക് തിരിയുക, ഉളൂവിന്റെ സുന്നത്തിന് ഞാൻ വീട്ടിൽ നിന്ന് എന്ന് കരുതുക, തല മുഴുവനും തടവുക, 2 ചെവി ഉള്ളും പുറവും തടവുക എന്നൊക്കെ, വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി പുറത്തെടുക്കുക എന്നൊക്കെ, അതൊക്കെ അപ്പോൾ നമുക്ക് 2 എഴുതി കൊടുക്കാം. അടുത്തത്, മുത്തവസിത്തായ നജസുകൾ 2 എഴുതണം. മലം, മൂത്രം, രക്തം, ചലം, അങ്ങനെ ഉള്ളതെന്ന് 2 എഴുതാം. ഇനിയോ നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ. ഭ്രാന്ത്, ബോധക്ഷയം, ഹൈല്, നിഫാസ് തുടങ്ങിയവയാണ് നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ. അപ്പോൾ അതൊന്ന് 2 എഴുതാം. അടുത്ത ഇനി ആജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഫർള് 2 വിധമുണ്ട്. ഏതെല്ലാം? ഫർള് 2 വിധം. ഫർള് ഐന്, ഫർള് കിഫായ. അടുത്തത്, ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകുന്നത് എങ്ങനെ? ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയായാൽ ശുദ്ധിയാകും. അടുത്തതാ, നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് പതിവനുസരിച്ചാണ്. കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവനുസരിച്ചാണ്. അടുത്തത്, ഹയൽ ഉണ്ടാകാൻ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 9 ചാന്ദ്രവർഷം. 9 ചാന്ദ്രവർഷമാണ് ഹയൽ ഉണ്ടാവാൻ കുറഞ്ഞ പ്രായം. അടുത്തത്, ഉളൂഇൽ ശ്രദ്ധിച്ച് കഴുകേണ്ടത് ഏതെല്ലാം? ശ്രദ്ധിച്ച് കഴുകേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മടമ്പ്, പീളക്കുഴി എന്നിവ ശ്രദ്ധിച്ച് കഴുകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മടമ്പ്, പീളക്കുഴി എന്നിവ ശ്രദ്ധിച്ച് കഴുകുക. അടുത്ത ഇനി വ്യക്തമാക്കാനാണ്. അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത് എന്തിനാണ്? സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികൾക്കാണ്.
അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികൾക്കാണ് അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. ഇനി ഇസ്തിഹാല എന്നാൽ എന്താണ് ഇസ്തിഹാല? ഹൈള് നിഫാസിന്റെ സമയത്ത് അല്ലാത്ത വരുന്ന രക്തമാണ്. ഹൈള് നിഫാസിന്റെ സമയത്തല്ലാതെ വരുന്ന രക്തമാണ്. ഇതാണ് ഇസ്തിഹാല. അതിന് സമയ പരിധിയില്ല. ഇനി കറാഹത്തിന്റെ നിർവചനം എന്താണ് കറാഹത്ത്? ചെയ്താൽ ശിക്ഷയില്ലാത്തത് ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്. കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ലാത്തത് ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ്. വലത് ഭാഗത്ത് തുപ്പൽ, നിസ്കാരത്തിൽ തല തുറന്നിടല്, ഇതൊക്കെ കറാഹത്തിന് ഉദാഹരണങ്ങളാണ്. ഇനിയോ കമ്മിൽ പൂർത്തിയാക്കി കൊടുക്കാനാണ്. മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ നിറം, മണം, രുചി എന്നിവ മുഴുവനായി നീങ്ങുന്നത് വരെ കഴുകണം. മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ വസ്തു കഴുകുമ്പോൾ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അടുത്തത് ഉളൂഇൽ 2 മുൻകൈ ഒന്നിച്ച് കഴുകുമ്പോൾ ഔദു ബിസ്മി ബാക്കി പൂർത്തിയാക്കാനാണ്. ഔദു ബിസ്മി 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തുഹൂറ എന്നിവ ചൊല്ലുക. അതോടെ പൂർത്തിയാക്കാം. ഇനി ഓരോ ഉദാഹരണം വീതം എഴുതണം. ഫർള് ഐനിന് ഉദാഹരണം: 5 വക്ത് നിസ്കാരം, റമളാൻ നോമ്പ്. സുന്നത്ത് മിസ്വാക്ക് ചെയ്യൽ, സലാം പറയൽ. ഇനി കറാഹത്ത് വലത് ഭാഗത്തേക്ക് തുപ്പല്, നിസ്കാരത്തിൽ തല തുറന്നിടല്. ഇനി ഹറാമ് മദ്യപാനം, കളവ് പറയല്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് 6 പാഠങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇത്രയൊക്കെ ചോദ്യങ്ങളെ വരുള്ളൂ. അപ്പോൾ നമ്മൾ റിവിഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടാതെയുള്ള ചോദ്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.